ഇന്ന് നമുക്ക് ക്രിസ്മസിന് അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു 3 ഏലക്കായ, 3 പട്ട, ഒരു 2 പീസ് ഗ്രാമ്പു, ഒരു ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞത്, അതുപോലെ 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു സവോള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കളറെല്ലാം ഒന്ന് മാറി വന്നാൽ മതിയാവും. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. നമുക്കത് ചേർത്ത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ചൂട് കയറി വരുന്നവരെ നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ചൂടെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഒരു മുറി തേങ്ങയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലാണ് നമ്മൾ ചിക്കൻ നന്നായി വേവിച്ചെടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലെല്ലാം അത്യാവശ്യം നന്നായി കുറുകി വരുന്നവരെ ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5-6 കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചതാണ്. അതുകൂടെ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തിളച്ച് നന്നായി വന്ന ശേഷം നമുക്കൊരു 1-ാം പാൽ, ഒരു 1/4 കപ്പ് 1-ാം പാലുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.